morning, sir. Yes, Safna Amol, good morning. Good morning, sir. Vinitha, good morning. Good morning, sir. Okay, Anu, good morning. Good morning, sir. Okay, Renisha, good morning. Okay, let us start. Yes, sir. Okay, Safna, good morning. Elvia, good morning. Yes. അപ്പോൾ ഇത് നമ്മൾ തമ്മിലുള്ള ക്ലാസ് മുറിയിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. ഇതോടുകൂടി ഈ ക്ലാസ്സോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അവസാനിച്ചു. ഇംഗ്ലീഷ് ക്ലാസ്സിൽ അത് അവസാനിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ വിഷയം ഞാൻ പറഞ്ഞത്. ഓ, സകലത്തോടെ സകടം വരുന്നുണ്ടോ? യെസ്, ഓക്കെ. ഇനി നമുക്ക് എവിടെയെങ്കിലും സെക്കൻഡ് വീട്ടിൽ കാണാം. അപ്പോ എന്റെ ക്ലാസ് കഴിഞ്ഞാല് അപർണ ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. പോകരുത്. അപർണ ടീച്ചറിന്റെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് പോകും. യെസ്. അപ്പോ നിങ്ങളുടെ പരീക്ഷയുടെ മാർക്കൊക്കെ ഞാൻ കണ്ടു. എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. 2 പേര് പരാജയപ്പെട്ടു പോയി. അപ്പൊ ഇതെന്ത് പറ്റി? നമുക്ക് പരാജയം സംഭവിച്ചത് സ്ഥലത്തോളം 2 പേർക്ക് പരാജയപ്പെട്ടു പോയത്. 2 പേര് ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നത് അവർക്ക് ഒന്നല്ലെങ്കിൽ അവർ കോളേജിൽ പഠിക്കണവരായിരിക്കും. അവർക്ക് അതിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോ രണ്ടാമത്തെ ഒരു തോട്ട് എന്ന് പറയുന്നത് ചിലപ്പോ അവരെന്ന് പറയുന്നത് വർക്ക് ചെയ്യണവരായിരിക്കാം. വർക്ക് ചെയ്തിട്ട് വന്നിട്ട് അവർക്ക് പഠിക്കാനുള്ള ഒരു ടൈം ഉണ്ടായിട്ടുണ്ടാവില്ല. അതായിരിക്കാം. ഈ 2 പേരും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണ്. സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയത്തില്ല. അതില് 100-ല് 100 കിട്ടിയവരുണ്ടല്ലോ. ആരൊക്കെയാണ്? 100-ല് 100 കിട്ടിയത് ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിക്കാ. പിന്നെ എനിക്ക് 98. എനിക്ക് 90. ഓക്കെ വിനീത, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ലക്ഷ്മിക്കുട്ടി ഇല്ലാത്തില്ലല്ലോ, കാണാനില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പൊ ശരി. അപ്പോ നിങ്ങളുടെ പ്രകടനം കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വിഷയങ്ങൾ കൈകാര്യം നിങ്ങൾക്കൊക്കെ വളരെ നല്ല കുട്ടികളാണെന്ന അഭിപ്രായമാണ് എനിക്കുമുള്ളത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല മനസ്സുള്ള കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൂടി ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ സമയം ഒന്ന് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. നല്ല ധൈര്യമുള്ള കുട്ടികളായിട്ട് ഞാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കല അരുണുണ്ടായിരുന്നല്ലോ, പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. യെസ്, നന്നായിട്ടൊക്കെ ഇംഗ്ലീഷ് പറയുമായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ഷീബ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജോലി വേണമെന്നുള്ളൊരു, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ക്ലാസ്സിലുള്ളത് അത് വളരെ സജീവമായിരുന്നു. ഓക്കെ, ഞാൻ എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ലെങ്കിലും ഷറിനും അഖിലയും അൽന, റജീന, ജോൺസി, കല, സൈബ, അൽഫിയ, സഫിയ, അന്നാറോയി, ദിവ്യ, അക്ഷര, പിന്നെ സാവിയ,
ശരണ്യ, ബഷീറ, അന്നാറോയി, ദീപ ഉണ്ണി, എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഞാൻ പേര് പറയാൻ വിട്ടുപോയി. ഓർക്കണില്ലേ? എന്നെ ഓർക്കണില്ലെന്ന്. ഓർക്കുന്നുണ്ട്, ഞാൻ പറയാൻ വേണ്ടി വരികയായിരുന്നു. ഓക്കെ ഓക്കെ. സഹതോണ എന്നിവരെയും എന്നെയും കൂടെ ഓർത്ത വളരെ നന്നായിരുന്നു സാർ. ഓക്കെ. അനുജിബിൻ, ഓക്കെ ഓക്കെ, എല്ലാവരും ഓർക്കുന്നുണ്ട്. പേടിക്കുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓക്കെ, സഹതോണം വരൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സഹതോണോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഏതാണ്ട് ഒരു വർഷത്തോളം നമ്മൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിരുന്നു? ക്ലാസ് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയും. എന്റെ ഫീഡ്ബാക്ക് ആണോ? സഹതോണ അഭിപ്രായമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട് ഐ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇംഗ്ലീഷ് റൈറ്റിംഗ് ആൻഡ് സ്പീക്ക്. Thanks sir, thanks to Lord. സഹതോണക്ക് ഇംഗ്ലീഷ് ക്ലാസ് മെച്ചമുണ്ടായി എന്നുള്ള വിശ്വാസമുണ്ട് അല്ലേ? യെസ് സാർ, അതുണ്ടായി. വെരി ഗുഡ്. ഓക്കെ. ഇനി ആർക്ക്? റെനീഷ, വാട്ട് ഡു യു സേ? ഞങ്ങൾക്ക് ഈ ഒരു വർഷത്തോളം കാലം എന്ന് വെച്ചാൽ കുറച്ച് നാളെ സാറുമായിട്ട് സാറ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷിനെ സ്നേഹിച്ചു തുടങ്ങിയത് അപ്പോഴാണ് സത്യം പറഞ്ഞാല്. കാരണം സാറ് എന്ന് വെച്ചാൽ ഒരുപാട് അറിയില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല. ബേസിക്കലി നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിലും സാർ നമുക്ക് അത്രയ്ക്കും വളരെ ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ മുന്നോട്ട് ഓരോ അറിയില്ലെങ്കിലും ഒരാൾ ചോദിച്ചുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ആ ഡൗട്ട് ക്ലിയർ ആക്കി ഓരോ സെഷൻ സാറ് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത്രയും ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ട് സാറിപ്പോ ലാസ്റ്റ് ക്ലാസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമാണ് സാറ് പോകുമ്പോ. അത്രയ്ക്കും ഞങ്ങൾക്ക് ഭയങ്കര ഫീലിംഗ് ആണുള്ളത്. കാരണം നമുക്കിനി ഓരോ ക്ലാസ്സുകളില് സാറ് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ഇനി വരും ക്ലാസ്സുകളിൽ സാർ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോഴും നമുക്ക് സങ്കടമുണ്ട്. അപ്പൊ ഇത്രയും എനിക്ക് കുട്ടിക്കാലം മുതലേ ഇംഗ്ലീഷിനോട് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അറിയുമ്പോഴാണല്ലോ അതിന് ആ ഒരു പേടി നമുക്ക് മാറി മാറി വരിക. ഓരോ കാര്യങ്ങളും നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞറിഞ്ഞ് വരുമ്പോ നമുക്ക് ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് എന്ന് വെച്ചാൽ സാറ് ആ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയും എല്ലാം തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ സാർ അത്രയ്ക്കും ക്ലിയർ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നു, മനസ്സിലാക്കി തന്നു. ഓരോ ഗ്രാമർ അതുപോലെ ഇത്ര ഇങ്ങനെയാണ് എല്ലാത്തിന്റെയും ഓരോ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ പറഞ്ഞു തരാനും ഓരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും. തീർത്തും പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ. ക്ലിയർ ആയിട്ടില്ല എങ്കിലും നമുക്ക് ആ ഒരു ബേസ് കിട്ടിയത് സാറിൽ നിന്നാണ് എന്നുള്ളതാണ്. അത്രയും ഞങ്ങൾക്ക് അത്രയ്ക്കും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ റനീഷ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും മാറ്റത്തിന് വിധേയനാകണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ അത് ഞാനെപ്പോഴും ഒരു റിലാക്സേഷൻ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങളുടെ മനസ്സൊക്കെ ആ സമയത്ത് കൂളായിട്ടിരിക്കും. നമുക്ക് പഠിപ്പിനോട് ഒരു ഇൻട്രസ്റ്റ്, ഭയങ്കര ഇൻട്രസ്റ്റ്, നമുക്കത് അറിയാനുള്ള ഭയങ്കര ആഗ്രഹമാണ്. സാർ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്ന് പറയണതുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾക്ക് ഈ ഗ്രാമർ ബേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ടത് അതൊരു വലിയ ഉപകാരമായി പോയി. അത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഒക്കെ മറന്നുപോയായിരുന്നു. ഇപ്പൊ ഒന്നും കൂടി അത് ക്യാച്ച് ചെയ്യാൻ പറ്റി. അത് മാത്രല്ല സാറിന്റെ ക്ലാസ് തുടക്കം പോലെ ടൈം പോണത് ഞങ്ങൾ അറിയില്ല. ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കണായിരുന്നോണ്ടേ ടൈം പോണത് അറിയൂല. അതൊരു വലിയ താങ്ക്സ് ആയി സാറിനോട്. സാറ് 3-ാം തീയതി ഉണ്ടാവില്ല, ഞങ്ങക്ക് പ്രാക്ടിക്കൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. സാർ ഉണ്ടാവില്ലേ?
കോൺവൊക്കേഷൻ അത് അന്നേരത്തെ ക്ലാസ് കഴിഞ്ഞാൽ നോക്കണം. കോൺവെക്കേഷൻ അല്ല ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ വെച്ചിട്ടുണ്ട് മെയ് 3 മെയ് 10 MP ഫസ്റ്റ് ബാച്ചിന്റെ കോൺവൊക്കേഷൻ സെറമണി വെച്ചിട്ടുണ്ട് മെയ് 10. ഓക്കെ അഫ്ന കൂടെ എന്താ പറയുക? ഇംഗ്ലീഷ് ക്ലാസ്സിനാണ് മറ്റേ ഞങ്ങൾ പേടിച്ച് പോയത്. ഇംഗ്ലീഷിന്റെ എക്സാമിന് ഞങ്ങൾ കൂപ്പിട്ട് പോയത്. ചിരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പരീക്ഷ ചെയ്തത്? അഫ്ന മോൾ. സാറേ സത്യം പറഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ് ഭയങ്കര ബോറായിട്ട്. ഈ +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഉറങ്ങാനായിരുന്നു ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇരിക്കണേ. പക്ഷെ സാറ് ക്ലാസ് എടുത്ത് തുടങ്ങിയ പിന്നെ ഉറക്കം പോയിട്ട് സമയം പോണ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഏതാണ്ട് കഥ കേട്ടിരിക്കും പോലെ ക്ലാസ്സിൽ ഇരിക്കണേ. പിന്നെ ഈ പരീക്ഷയുടെ മാർക്ക് വന്നപ്പോ അനീനൊക്കെ കളിയാക്കി. LKG പിള്ളേർ പഠിപ്പിക്കും പോലെ സാർ ആന്റിന്റെ ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞൊന്ന് പഠിപ്പിച്ചിട്ട് ഇത്രയും മാർക്കാണ് ഇത് വാങ്ങിച്ചു വെച്ചേക്കണതൊക്കെ ചോദിച്ചു. നല്ല ക്ലാസ് ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്ന സ്റ്റൈൽ മാറ്റേണ്ടത് ആ സ്റ്റൈലിൽ തന്നെ പോയാൽ മതി എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? യെസ്. സാറിന്റെ ലൈവ് ക്ലാസ് എനിക്ക് ആദ്യമൊന്നും ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കയറാൻ പറ്റിയില്ല. എല്ലാം റെക്കോർഡഡ് ക്ലാസ് കേൾക്കും. അപ്പൊ സാറ് കുട്ടികളോടുള്ള ഒരു ഇന്ററാക്ഷൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരിക്കലെങ്കിലും ലൈവ് ക്ലാസ്സിൽ കയറണമെന്ന്. പിന്നെ വെക്കേഷൻ ടൈം വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റി. കാരണം സാറിന്റെ ക്ലാസ് അത്രയും ഇഷ്ടമാണ്. നല്ല ക്ലാസ് ആണ്. ദീപ ഉണ്ണി നമ്മുടെ ഇതിനകത്തൊരു എഴുത്തുകാരിയുള്ളതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? മനസ്സിലാവാഴിയുണ്ടായിരുന്നു ദീപ ഉണ്ണിക്ക്? ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടാവാം. കാരണം നിങ്ങളുടെ റേഞ്ച് എനിക്ക് പിടികിട്ടിയില്ല. കാരണം ചിലപ്പോൾ നല്ല നന്നായിട്ട് അറിയാവുന്നവർ, ഞാൻ എപ്പോഴും അത് ശ്രദ്ധിച്ചിരുന്നു, കുറച്ച് വിധമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ അതറിയാം. അപ്പൊ അവർക്ക് കേൾക്കുമ്പോൾ ഒരു ക്ലേശായിട്ട് തോന്നും, ഇതൊക്കെ എനിക്കറിയാവുന്നതല്ലേ. പക്ഷെ നമുക്ക് ഏറ്റവും പുറകിൽ കിടക്കുന്നവരെയും കൈ പിടിച്ച് കൊണ്ടുവരണ്ടേ? യെസ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളങ്ങനെ ഡൗൺ തരത്തിലോട്ട് പോകാനുണ്ടായ കാരണം. ഓക്കെ ദീപാവലി, വാട്ട് ഡു യു സേ? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ഓഫ്ലൈനിൽ സാറിനെ കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്നുവെച്ചാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് സാറിനെ പോലെ ഒരാളുടെ ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും പാട് വരില്ലായിരുന്നു. അന്നേരം ഇങ്ങോട്ടെ ബേസിക് ഒന്നും അറിയില്ല. നമ്മൾ ABCD പഠിച്ചു, കുറച്ച് വാക്കുകൾ പഠിച്ചു, പിന്നെ പെട്ടെന്ന് പാരഗ്രാഫിലെ വായിച്ച് അങ്ങനെ അങ്ങ് പഠിച്ചുകൊണ്ട് നമുക്ക് ഗ്രാമർ അത് എവിടെ ചേർക്കണം ഇപ്പോഴും അറിയില്ല. അപ്പം കുറച്ച് ബെറ്റർ ആവാൻ പറ്റി, നമുക്കൊന്ന് സംസാരിക്കാനും അങ്ങനെയൊക്കെ ഒരു ഇച്ചിരി കൂടി ഒന്നും കൂടി ഒരു എന്തോ ഒരു പേടി വന്നിട്ടുണ്ട്. അത് ആകണമെങ്കിൽ അത് വേറൊരു സംഗതി പഠിക്കാം. ടെൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കുന്ന ആ സംഗതി വരാൻ പറ്റൂ. ഇവിടെ നമ്മൾ പഠിച്ചത് ഗ്രാമറാണ്. ഗ്രാമർ എന്ന് പറയുന്ന ഒരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ആ സിലബസിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറയുന്നതല്ലാതെ ഓക്കെ മുബഷീറ, താങ്ക് യു. അപ്പോ അതല്ലാതെ നമുക്ക് ടെൻസ് മാത്രം, സിമ്പിൾ പ്രസന്റ് തുടങ്ങി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള ടെൻസിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വാക്ക് എടുക്കുകയാണ്, ടേക്ക്, എടുക്കുക എന്ന് പറഞ്ഞൊരു വാക്ക് എടുക്കുകയാണ്. ഐ, ഞാൻ. അപ്പൊ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റും ടേക്ക് എന്ന് പറയുന്ന ഒരു വേർഡും എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. ഈ വേർഡ് മാത്രം ടേക്ക് എടുക്കുക. സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ ഞാൻ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകും. അല്ലേ? ആ ടേക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്തിട്ട് ഞാൻ ഈ 12 ടെൻസിനും ഇതേപോലെ അർത്ഥം പോകുന്നത്, അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതാണ് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് അവിടെയാണ്. അപ്പൊ നമുക്കറിയാം, അപ്പൊ ആ ടേക്ക് എന്ന് പറയുന്ന വേർഡ് നമ്മൾ മാറ്റി, നമുക്ക് പോകുക എന്നാണെങ്കിൽ ആ ഗോ എന്നുള്ള വാക്ക് ചേർത്താൽ മതി. അങ്ങനെ ഏത് വാക്കാണോ നമുക്ക് മാറ്റേണ്ടത്, ഈ 12 ഇംഗ്ലീഷിലാകെ 12 ടെൻസ് ഫോമ ഉള്ളത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്,
പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് കുറച്ചുകൂടി എബിലിറ്റി ഉണ്ടാവുള്ളൂ. കാരണം അപ്പൊ നമുക്ക് മനസ്സിലേക്ക് ഒരു ചിത്രം വരും. ഇത്ര ടെൻസ് ഉണ്ട്, ഇന്നതൊക്കെ അതിന്റെ അർത്ഥം, ഇന്നതൊക്കെയാണ്. അപ്പൊ നമുക്കിപ്പോ പറയേണ്ടത് ഞാൻ പോവുകയായിരിക്കും എന്നാണ്. സോ ഐ വിൽ ബി ഗോയിങ്, അങ്ങനെ നമുക്ക് അതിന്റെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ അങ്ങോട്ട് എനിക്ക് കടക്കാൻ പറ്റിയിട്ടില്ല, അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംഗതി സിലബസ് നമുക്ക് എടുത്ത് തീർക്കാനുള്ളത് കൊണ്ടാണ് അത് പറ്റേണ്ടിരുന്നത്. പിന്നെ ഈ സമയത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ രേഷ്മക്കല്ലേ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്? രശ്മിക്കാണോ? സാർ ലക്ഷ്മിക്കുട്ടിക്കാണ്. ലക്ഷ്മിക്കുട്ടിക്കാണ്. ഓക്കെ. വർഷ കണ്ണൻ? ഹലോ സർ. Okay, വർഷ, how do you feel after 1 year about English? Best improvement ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞ പോലെ ആയിരുന്നു. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ സ്പീക്ക് ചെയ്യാനും അതേപോലെ നമുക്ക് തിരിച്ച് എന്ത് പറയണം അതിപ്പോഴും എന്നാലും ചെറിയൊരു തെറ്റാണെങ്കിൽ പറയാനുള്ളൊരു ഇത് ഇപ്പൊ കിട്ടുന്നുണ്ട്. തെറ്റാലും കുഴപ്പമില്ല പറയാ എന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ വീട്ടില് ചെറിയ രീതിയിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം ഞാൻ ഇപ്പോ ഗ്രാമർ ക്ലാസ്സും ഇംഗ്ലീഷും സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിയണ പോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവരേന്ന് എനിക്ക് കുറച്ച് ഇത് പഠിക്കാം, കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാം. കണ്ണൂരാണോ? അല്ല, തൃശ്ശൂര്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഞാൻ എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് കഴിയുമ്പോൾ ഒരു കുട്ടി പറയും, സാറേ ഞാനത് എടുക്കട്ടെ പറയും. എന്നിട്ട് ഞാൻ ആ പറഞ്ഞത് തിരിച്ചിങ്ങനെ പറയും. അത് കണ്ണൂരുള്ള ഒരു കുട്ടിയായിരുന്നു. ഞാനത് കഴിഞ്ഞ ബാച്ചിലായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാനത് പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചോളൂ, ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് ഡെവലപ്പ് ചെയ്യും. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കും. നമ്മൾ പണ്ട് പഠിച്ചത് പരീക്ഷ പാസ്സാകാൻ വേണ്ടി പഠിച്ചാണ്, അറിവിന് വേണ്ടി പഠിച്ചിട്ടില്ല. ശരിയല്ലേ? പരീക്ഷ, അതാണ് എന്റെ കുഴപ്പം. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കും. അത് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും കുട്ടികളൊരു സംശയം ചോദിച്ചാൽ അന്നേരത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. യെസ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മളത് നന്നായിട്ട് നോക്കും. ഓക്കെ. അപ്പൊ എപ്പോഴും പഠിപ്പിക്കാൻ നോക്കുന്നത് നമുക്കത് വിഷയം പഠിക്കാനായിട്ട് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ. ശരണ്യ, ഹൗ ആർ യു? ഫൈൻ സർ. ഓക്കെ. ശരണ്യക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലീഷ് ക്ലാസ്? ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ പകുതി വെച്ചായിരുന്നു സാർ കണ്ടത്. പകുതി വെച്ചായതുകൊണ്ട് നമുക്ക് ഒരു തുടക്കമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്റെ. 2-3 ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കാനും ഇഷ്ടമാണ്. മക്കളോടൊക്കെ അത്യാവശ്യം പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പറയും. അപ്പൊ എനിക്ക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 86 മാർക്കേ കിട്ടിയുള്ളൂ. അതിൽ 86. അതിലൊരു സങ്കടം ഉണ്ട്. പിന്നെ ഭയങ്കര ഇഷ്ടമായത് ലാസ്റ്റ് ക്ലാസ് ആണെന്ന് അറിയുമ്പോ ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് സാറിന്. നേരിട്ട് കാണാം എന്നുള്ള ഒരു സന്തോഷമുണ്ട്. വെരി ഗുഡ്. ഓക്കെ. ബിബിത? എന്തുണ്ട് വിശേഷം ബിബിത? സുഖമായിട്ടിരിക്കണു. ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് നിങ്ങൾ മെച്ചമുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് മെച്ചമുണ്ടായി. എനിക്ക് മോനെ പഠിപ്പിക്കാൻ പറ്റി കുറച്ചൊക്കെ. എനിക്കറിയണ പോലെ മാർച്ചിൽ എക്സാം ആയിരുന്നു. അപ്പൊ ഞാന് സാറെടുത്ത എല്ലാ നോട്ടും വെച്ചാണ് അവനെ പഠിപ്പിച്ചായിരുന്നത്. പിന്നെ ഇടയ്ക്ക് സാറിന്റെ ലൈവ് ക്ലാസ്സിൽ അവനെയും കൂടെ ഞാൻ ഇരുത്താറുണ്ട്. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ ക്ലാസ്. അപ്പൊ അവൻ പറയും, അവൻ ഇപ്പൊ ഇനി 9th അവ ICSE ആണ്. പക്ഷെ അവന്
ഇംഗ്ലീഷ് സാറിന്റെ ക്ലാസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ റെക്കോർഡ് ക്ലാസ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അവൻ പറയുന്നത് ഇത്രയും വ്യക്തമാക്കി ഒരു ക്ലാസ് എടുക്കാന്ന് സാറെ പോലെ ആരും ഉണ്ടാവില്ല എന്നാണ് അവൻ പറയണേ. എത്ര അറിയാത്ത എനിക്ക് ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു ഇവിടെ. നെറ്റ് ഇവിടെ നെറ്റ് റേഞ്ച് ഇല്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കൈവിട്ടു പോയി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ലാസ്റ്റ് ചെയ്തു വിട്ടെ. സമയം തീരാറായിരുന്നു. ആകെ ടെൻഷൻ അടിച്ചായിരുന്നു എക്സാം എഴുതിയെ. പക്ഷെ വലിയ മാർക്കില്ലെങ്കിലും 70 മാർക്ക് കിട്ടിയുള്ളൂ. അതിന്റെ ചെറിയ വിഷമമുണ്ട്. ഫൈനലിൽ നോക്കാന്ന് വിചാരിക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഞാനാണെങ്കിൽ 12 ആൻസർ എന്റെ കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പായിരുന്നേ. ഞാൻ എന്നിട്ട് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 12 മാർക്കാട്ടോ പ്രതീക്ഷിച്ചത്. പക്ഷെ റിസൾട്ടിൽ 58 മാർക്ക്. എനിക്ക് ഭയങ്കര സന്തോഷം. പ്രതീക്ഷയിലും കൂടുതൽ കിട്ടിയ സന്തോഷമുണ്ടല്ലേ ദീപ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും 8 മിനിറ്റ് കൂടി അങ്ങനെയായിരുന്നു സാറേ. ഞാൻ 60 മാർക്കാ കണക്ക് കൂട്ടിയത്. പക്ഷെ മാർക്ക് ഒന്നും ഇപ്പൊ 80 ഉണ്ടായിരുന്നു. ഓ, അത് കുറച്ച് കളയാനറിയാം നമുക്ക്. യെസ്, ഓക്കെ 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 ഓക്കെ. സിമ്പിൾ ആയ കാര്യം. നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള ഞാൻ പറഞ്ഞു. ഏറ്റവും ആദ്യം തന്നെ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ ആരും പരാജയപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കുറെ കാര്യങ്ങൾ അറിവിന് വേണ്ടി പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കുറച്ച് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, പരീക്ഷ എങ്ങനെ എഴുതാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചോട്ടെ സാറിന്റെ അടുത്ത്. സാറിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. സാർ ഞാൻ അഫ്നയാണ്. ഞാനിപ്പോ കെയർ ചെയ്തേ ഉള്ളൂ. സാറ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഒരു കുട്ടി എനിക്ക് 10ാം ക്ലാസ്സിൽ വന്നായിരുന്നു. അപ്പൊ ആ കൊച്ചിന് ഇംഗ്ലീഷ്, മലയാളം മീഡിയം ആണ്, സ്റ്റേറ്റ് സിലബസ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിഞ്ഞൂടാ, എഴുതാനും വായിക്കാനും പോലും അറിയത്തില്ല. അറിയാം. 2, 4, 6 എല്ലാ ക്ലാസ് വരെ എടുക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിലോട്ട് നിൽക്കുന്നവരെ ഒന്ന് മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ആ കൊച്ചിന് എന്തോ എങ്ങനെ തുടങ്ങണം. ഞാൻ വേർഡ്സ് ഒക്കെ നോക്കുന്നുണ്ട്. സാറിന്റെ ഗ്രാമർ പോർഷനും കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ. പക്ഷെ സമയമില്ല, എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയാനും ഇല്ല. ടെൻസ് പഠിപ്പിച്ചാൽ മതി ആദ്യം. ടെൻസും ആ ടെൻസിന്റെ മീനിങ്ങും പഠിപ്പിച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അവരുടെ മനസ്സിന്, അതിന്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടാക്കിയിട്ടില്ല. ടെൻസ് തറമാക്കി കഴിയും. ബാക്കി പിന്നെ നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോകാം. അതങ്ങനെ നമുക്ക് മനസ്സിലോട്ടുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 12 ടെൻസും അതിന്റെ അർത്ഥവും അതിന്റെ നെഗറ്റീവും അതിന്റെ പോസിറ്റീവും അതിന്റെ ഇന്റർഗേറ്റീവും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊന്ന് കറക്റ്റ് നമ്മുടെ മനസ്സിലോട്ട് പതിഞ്ഞാൽ പിന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളൊരു ടെൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ടെൻസിൽ നമ്മൾ അന്ന് സംസാരിക്കണം. ആ ടെൻസിൽ വരുന്ന വാചകങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ HA ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാറ്. കാരണം അവർക്ക് സമയം കിട്ടും ഇഷ്ടപ്പെടും. അവർക്ക് ഇതിന്റെ പരീക്ഷയില്ല, ഈ ഇംഗ്ലീഷിന്റെ പരീക്ഷയില്ല, ക്ലാസ് മാത്രമല്ല. അപ്പൊ നമ്മളൊരു ടെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ടെൻസിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഓരോ വിഷയങ്ങളും ഓരോ ആഴ്ചയിൽ കൊടുക്കും. ഇപ്പൊ ഒരു ദിവസം പറഞ്ഞു ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്, നിങ്ങളുടെ അഭിപ്രായം. അപ്പൊ അവരങ്ങോട്ട് തകർക്കണങ്ങട് അവിടെ ഓരോരുത്തരുടെ അഭിപ്രായം ഇംഗ്ലീഷിലുണ്ട്. സിറ്റി ലൈഫ്, വില്ലേജ് ലൈഫ്, അങ്ങനെ ഓരോ രസകരമായിട്ടുള്ള ഓരോ വിഷയങ്ങൾ ഞാൻ ഒരാഴ്ച കൊടുക്കുമ്പോൾ അവർ ആ വിഷയത്തെ കുറിച്ച് ഇങ്ങോട്ട് ഇത് നേരത്തെ കൊടുക്കില്ല, അപ്പൊ കൊടുക്കുന്നു, അപ്പൊ പറയുന്നു. അതാണ് നമുക്ക് അവരുടെ കഴിവറിയാൻ പറ്റും. നേരത്തെ കൊടുത്തു കഴിയുമ്പോൾ അവരത് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് വരും. അതിന് നമുക്ക് വേറെ പരിപാടികളുണ്ട്. ഇതങ്ങനെയല്ല, എനിക്കറിയേണ്ടത് അവർ എത്രമാത്രം പറഞ്ഞു കൊടുക്കുന്നതിൽ ആ വിഷയത്തിൽ എക്സ്പെർട്ട് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാം. ടെൻസ് പഠിപ്പിക്കുക, ആ ടെൻസിൽ ഒന്ന് സംസാരിക്കുക. അടുത്ത ദിവസം അടുത്ത ടെൻസ് പഠിപ്പിക്കുക, ആ ടെൻസിൽ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. നല്ലൊരു ടീച്ചർ, നല്ലൊരു അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കും. വെച്ചാൽ എപ്പോഴും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഒരിക്കലും നമുക്കെല്ലാം തികഞ്ഞു എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നല്ല അധ്യാപകൻ നല്ല വിദ്യാർത്ഥിയായിരിക്കും. ചിലപ്പോ നമ്മളെക്കാൾ പ്രായം കൂടുതൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോഴേക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് കൊള്ളാലോ എന്ന്.
അപ്പൊ നമ്മളത് എടുക്കുക. അല്ലാതെ ഒരിക്കലും അഹങ്കാരം എന്ന് പറഞ്ഞ രീതിയിൽ ഒരിക്കലും എനിക്കറിയാം അല്ലെങ്കിൽ ഞാനതിനെ കൂടുതൽ ഓണം കൊണ്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ഓക്കെ, അത് എപ്പോഴും ചിന്തിച്ചാൽ മതി. ഓക്കെ, അഫ്നക്ക് പറ്റും. ഡോണ്ട് വറി, ബി ഹാപ്പി. യെസ്, ഇനി ആർക്കെങ്കിലും? റജീന, പറഞ്ഞോളൂ. ജീന. പറഞ്ഞോളൂ ജീന. മോഡൽ എക്സാമിന് ഇംഗ്ലീഷിൽ എനിക്ക് 82 ഉണ്ട് സർ മാർക്ക്. അപ്പൊ ഞാൻ എക്സാം കഴിഞ്ഞപ്പോ അയ്യോ പാസ്സായാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോ 82 ഉണ്ട്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ്. കാരണം ഞാൻ ഒരിക്കലും എന്റെ ഇതില് പഠിക്കുന്ന സമയത്താണെങ്കിലും ഇംഗ്ലീഷിൽ ഇത്രയും മാർക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ്. ഇപ്പൊ ഇതുവരെ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയായിരുന്നു. ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിലും അതിന്റെ പരിസരത്തു നിന്നൊന്നും മാറി നിൽക്കാനേ ആഗ്രഹിക്കുള്ളൂ. കാരണം നമുക്കറിയാത്ത കാര്യമാണല്ലോ. എന്തിനാ വെറുതെ അവിടെ നിൽക്കണമെന്ന് കരുതി നമ്മൾ മാറാനേ ശ്രമിക്കുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ അതുപോലെ സംസാരിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹം. ആ ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാമുകളൊക്കെ കാണാനും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ അത് പഠിക്കും, അല്ലെങ്കിൽ അതിനോടൊരു പേടിയായിരുന്നു. എപ്പോഴും അത് പഠിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന അതിനോടുള്ള പേടിയായിരിക്കും. പിന്നെ ചിലപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കണം തോന്നിയാലും അപ്പോഴും ഒരു പേടിയാണ്, തെറ്റിപ്പോയാലോ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ കുറിച്ച് എന്ത് കരുതും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്കും പറ്റും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഇപ്പൊ ഉണ്ട്. അത് ഈ ഒരു കോഴ്സിന്റെ ഒരു ഗുണം തന്നെയാണ്. ശരിക്കും ഈ കോഴ്സിൽ ചേരാനുള്ള എന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. ഇംഗ്ലീഷ് അനായാസമായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷാണ് ഇതിൽ മെയിൻ എന്നത് പറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, അത് നമ്മൾ കോഴ്സ് ടീച്ചർ ആകുന്നോ ആകുന്നില്ല അതൊക്കെ അടുത്ത വിഷയമാണല്ലോ, അതൊക്കെ പിന്നീട് വരുന്ന വിഷയമാണ്. പക്ഷെ ഒരു ക്ലാസ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ, കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ, എനിക്ക് എന്റെ ലാംഗ്വേജ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ കോഴ്സിൽ ചേർന്നത് തന്നെ. അപ്പോ അതിനൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ 82 മാർക്ക് എനിക്ക് കിട്ടില്ലായിരുന്നു. ഒരു കോൺഫിഡൻസ് ഞാൻ കാണുന്നു. അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റും സാറിന് തന്നെയാണ്. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ മോനോട് പറയാം, അവന് ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ സാറിന്റെ ക്ലാസ് വരുന്ന സമയത്ത് നീ ഇരുന്നോ, ക്ലാസ്സിലിരുന്നോ, സാർ പറഞ്ഞു തരുന്നത് നന്നായിട്ട് മനസ്സിലാകും, നിനക്കും കുറച്ച് ഗ്രാമർ. ഇപ്പൊ എന്റെ മോന് ഒരു ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ട്. എന്താ നോക്കട്ടെ, എനിക്ക് പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു തരാന്ന്. ഇതുവരെ ആണെങ്കിൽ അവൻ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ നിനക്ക് ഇംഗ്ലീഷിലോ മാത്സിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ നീ അച്ഛനോട് ചോദിച്ചോന്ന് ഞാൻ പറഞ്ഞു ഒഴിയാ ചെയ്യുക. പക്ഷെ ഇപ്പൊ അവനത് ചെയ്യുന്ന സമയത്ത് അവന്റെ കൂടെ ഇരുന്ന ആ കാര്യങ്ങൾ അവന് എനിക്കറിയുന്ന കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഇപ്പോ അതൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോ ഞാൻ പറയും നമുക്ക് രണ്ടുപേർക്കും കൂടെ, എന്നിട്ട് ഞാൻ അവനോട് പറയും നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇംഗ്ലീഷ് പഠിക്കാം, നീ എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാം, ഞാൻ തിരിച്ച് സംസാരിക്കാം. അപ്പൊ എനിക്ക് തെറ്റുണ്ടെങ്കിൽ നീ പറഞ്ഞു തരണം, നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ല നമുക്ക് അറിയാത്ത കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് സെർച്ച് ചെയ്ത് പഠിക്കാം എന്നൊക്കെ ഞാൻ അവനോട് പറയാറുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, നമ്മളെ കൊണ്ടും വിചാരിച്ചാൽ കഴിയും എന്നുള്ളത്. അതിന് സാറിന് വലിയൊരു താങ്ക്സ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് താഴെ പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങളൊന്ന് പുഷപ്പ് ചെയ്യാൻ അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ അതിന് ഗുണമുണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം താങ്ക്സ് രേഖപ്പെടുത്തിക്കൊണ്ടും വിട പറയുകയാണ്. ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീണ്ടും നമുക്ക് തമ്മിൽ കാണാം. അപ്പൊ അരമണിക്കൂർ സമയമാണ് ഞാൻ നമ്മുടെ അപർണ ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 11 മണിക്ക് ടീച്ചർ റെഡിയാവും, ടീച്ചർ എടുക്കും. അപ്പൊ വൈകി വന്നേക്കുന്നവരോട് പറയുകയാണ് ടീച്ചറുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ, പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, സാറിന്റെ സപ്പോർട്ടോടൊപ്പം തന്നെ ഇവരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു. വേറെ എവിടെയെങ്കിലും നമ്മൾ എന്നിട്ട് ഇംഗ്ലീഷിൽ പൊട്ടത്തരം പറയുകയാണെങ്കിൽ അവരിരുന്ന് ചിരിക്കും. പക്ഷെ ഇവരങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് കളിയാക്കാതെ നമ്മുടെ കോൺഫിഡൻസ് ഒട്ടും കുറയ്ക്കാതെ നമ്മുടെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഒപ്പം തന്നെ ഇവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും. എല്ലാവരോടും നല്ല താങ്ക്സ് ഉണ്ട്. ശരിയാണ്.
വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ലൈക്ക് എ ഫാമിലി മെമ്പേഴ്സ്. ഓരോ കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഫാമിലിയെ പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ സമീപനം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് അപ്പൊ നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്നാല് യാത്ര പറഞ്ഞോട്ടെ. സോ വി വിൽ മീറ്റ് അഗെയിൻ. വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. എപ്പോഴെങ്കിലൊക്കെ ടീച്ചറായിട്ട് ജോലി കിട്ടി കഴിയുമ്പോൾ അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ പറയുകയാണ്. ഓക്കെ, സി യു. ഓക്കെ, എല്ലാവരോടും ഓക്കെ ഓക്കെ എല്ലാവരോടും ഇവിടെ പറയും. ഓക്കെ, വി വിൽ മീറ്റ്. ശരി, താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.